നിങ്ങളും ഇതേപോലെയാണോ മൊബൈൽ യൂസ് ചെയ്യുന്നത്? ഹലോ ഹായ് ഓൾ, ഇറ്റ്സ് മീ ഫിസിയോ ബ്രോ. ഈ പ്രാവശ്യം ഞാൻ നാട്ടില് ലീവില് വന്ന സമയത്ത് എൻ്റെ അടുത്ത് എൻ്റെ കുറെ ഫ്രണ്ട്സ് ചോദിക്കണ്ടായി, എടാ എനിക്ക് കഴുത്തിന് നല്ല വേദനയുണ്ട്, കാരണം എന്താന്നൊക്കെ ചോദിച്ച് കുറെ പേര് പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ ഞാൻ അവരുടെ ഹിസ്റ്ററീസും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് നോക്കണ സമയത്ത് എല്ലാവരും ഈ രാത്രി ഫോൺ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. ഞാനും അങ്ങനെ തന്നെയാട്ടോ. ഞാനും കുറച്ചാൾ മുമ്പ് ഇതേപോലെ തന്നെയായിരുന്നു. ഈ കിടക്കണ സമയത്ത് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവര് ഈ പില്ലോ ഉണ്ടല്ലോ ഒന്ന് റോൾ ചെയ്ത് വെച്ച് കുറച്ച് ഹൈറ്റ് ഒക്കെ റേസ്ഡ് ആക്കി വെച്ച് കഴുത്തൊന്ന് റൗണ്ടഡ് ഒക്കെ ആക്കി വെച്ചിട്ട് ഇങ്ങനെ കിടന്ന് നമ്മുടെ റീൽസും കാര്യങ്ങളൊക്കെ കണ്ടോണ്ട് കിടക്കും. ആ സമയത്ത് ഈ മസിൽസിന് കുറെ സ്ട്രെയിനും കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ പെയിനും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ ഈ ഒരു പ്രശ്നം വരാതിരിക്കാനായിട്ട് ചെറിയ ചെറിയ കുഞ്ഞു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഈ രാത്രി കിടക്കണ സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഈ ഫോണൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഒത്തിരി കഴുത്ത് വളച്ചിരിക്കാതിരിക്കുക, അല്ലെങ്കിൽ കിടക്കുമ്പോൾ തലോണിയൊക്കെ ഒന്ന് പ്രോപ്പറായിട്ട് വെച്ച് കിടക്കുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്നും പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ടൈറ്റ്നസ് പോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ മസിൽ സ്ട്രെയിനും കാര്യങ്ങളൊക്കെ നമുക്ക് പരമാവധി ഒഴിവാക്കി എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിൽ ഇതിന്റെ കോംപ്ലിക്കേഷന്റെ ഭാഗമായിട്ട് ഈ സെർവൈക്കൽ സ്പോണ്ടലൈറ്റിസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. അത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്കൊക്കെ പോകും. ഇയർലി ഡീജനറേഷൻ, നമ്മുടെ എല്ലിന്റെ തേയ്മാനം കുറച്ചുകൂടെ നേരത്തെയാകും. പ്രായാധികം കൊണ്ട് സംഭവിക്കേണ്ടത് നേരത്തെ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇത്തരത്തിൽ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.